കുറേ ദിവസമായിട്ട് എൻ്റെ കുടുക്ക ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. വെച്ചാൽ നിറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ പൊട്ടിക്കണം അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പൊട്ടിക്കാൻ ഒരു സന്തോഷമാണല്ലോ. ഇങ്ങനെ കുടുക്ക പൊട്ടിക്കുന്ന എണ്ണുന്നൊക്കെ ഭയങ്കര ഒരു രസമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇന്നാകുമ്പോൾ ഫ്രീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പൊട്ടിക്കുന്ന കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ചിന്നു പറഞ്ഞു എനിക്ക് ആ കുപ്പിയല്ല മാങ്ങേൻ്റെ ഷേപ്പിലുള്ള ആ സംഭവമില്ല, അതായത് നമ്മുടെ കുടുക്ക അത് വേണം, അത് എന്ത് ചെടി വെക്കണോ. പക്ഷേ ചെടി വെക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അത് ഒരു ടൈപ്പ് പോട്ടല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറാമിക് അങ്ങനെയൊന്നുമില്ല. വെള്ളം വീഴുമ്പോഴത്തേക്ക് അതിങ്ങനെ വല്ലാണ്ട് അലിഞ്ഞു പോകും. പക്ഷേ എന്നാലും പുള്ളിക്കാരി പറഞ്ഞതുകൊണ്ട് ഞാനത് വളരെ ശ്രദ്ധിച്ച് അത് ചെടി വെക്കാവുന്ന രീതി തന്നെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടോ. ഭംഗിയിൽ തന്നെയൊക്കെ പൊട്ടിച്ചു. സാധാരണ ഞാൻ ഇങ്ങനെ നിലത്തൊക്കെ വെച്ച് കുത്തി അങ്ങനെ ഉടച്ച് ഫുള്ള് കളയും. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല. പുള്ളിക്കാരിക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആക്കി. പിന്നെ ആണെന്നുണ്ടെങ്കിലല്ലോ ഇത് പൊട്ടിച്ചിട്ടുണ്ടെന്നപ്പോഴത്തേക്കും ഞങ്ങൾ വെറ്റല്ല ഇതിൽ എത്ര രൂപയുണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടേ. അതൊക്കെ ഏറ്റവും അവസാനം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിലല്ല നമ്മൾ ആദ്യം അങ്ങ് മറന്നുപോയി. പിന്നെ പൊട്ടിച്ചാൽ കിട്ടപ്പോഴത്തേക്കും ഫുള്ള് 10 വീഴുന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇതിപ്പോൾ 1-2 കൊല്ലത്തിലൊക്കെ 1-2 കൊല്ലമൊന്നും അല്ല കേട്ടോ, അത് കുറേ നാളായി. ഈ ചില്ലറയൊന്നും ഇപ്പോൾ അങ്ങനെ കിട്ടാറില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇടലൊക്കെ കണക്കായിരുന്നു. ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന ബസ്സിൽ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെ കണ്ണൻ്റെ ആട്ടോ കുറേ ചില്ലറ എല്ലാം ഞാൻ സൂക്ഷിച്ചിങ്ങനെ ചില്ലറ കാണുമ്പോഴേ ഞാൻ പിറകിക്കൊണ്ടുന്നുണ്ട്, ഈ നേർച്ചപ്പെട്ടിയിൽ നേർച്ചയിടുന്ന പോലെ. അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞാൽ എത്രയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഒരു 1000 രൂപ പ്രതീക്ഷിച്ചേ. അപ്പോൾ ഇവരൊക്കെ 1500 1800 വരെയൊക്കെ പറഞ്ഞു. പക്ഷേ കുടുക്ക പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2170 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് ഭയങ്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസമുണ്ട്, എൻ്റെ കുടുക്കയല്ലേ എന്തായാലും അതിൽ ഒരു പ്രാവശ്യം ഞാനങ്ങനെ പൈസ സേവ് ചെയ്ത് പല ബാങ്കിലിട്ട് വന്നപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം എബവ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഇവർക്ക് ഏകദേശം അറിയാം ഞാൻ എത്ര പൈസ കൂട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ട്. പിന്നെ ഇത് കുഞ്ഞ് കുടുക്കയായതുകൊണ്ട് എനിക്ക് പോലും ഒരു പ്രതീക്ഷയിലായത് 2000 രൂപ എബവ് ഉണ്ടാവുന്നേ. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കുടുക്കയൊക്കെ പിടിച്ച് സന്തോഷത്തിലാണ് ഈ കാണുന്നത്.